ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞു, എന്നാലും ഒരു ഹാപ്പി ഓണം ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ചെറിയൊരു ഓണപ്പരിപാടി കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. തിരുവോണത്തിന് ശേഷം ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് നടത്തിയൊരു ഓണാഘോഷമാണ്. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ തിരുവോണം എന്ന് പറയുന്നത് ഞങ്ങൾ വെയിൽസിലായിരുന്നു. അവിടെ ഒരു ഫാം ഹൗസിലായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം കാര്യങ്ങളും. നമ്മുടെ കുറേ ഫ്രണ്ട്സും ഫാമിലി എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അത് അമീനയുടെ മകൻ തന്നെ അമീനയുടെ കണ്ണ് കെട്ടി കൊടുക്കുകയാണ്. അത് വലിയൊരു സംഭവമാണ് നടക്കുന്നത്. ഗായ്സ്, സുന്ദരിക്കൊരു പൊട്ടുതൊടി പരിപാടിയായിരുന്നു. പക്ഷെ സുന്ദരിയുടെ ഫോട്ടോ ഭയങ്കര ചെറുതായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു തിരുവാതിര കളി കളിച്ചു. തിരുവാതിര കളിയൊക്കെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്തായിട്ട്. ആക്ച്വലി ഞങ്ങളുടെ ഈ ഓണം പ്രോഗ്രാം ഒരു 1 വീക്ക് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയതാണ്. കാര്യം എല്ലാവർക്കും ഷിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ കുറച്ച് അധികം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിലും നമ്മൾ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഓവറോൾ അടിപൊളിയായിരുന്നേ. ശരിക്കും ഓണം എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെയല്ലേ. എൻ്റെ ചെറുപ്പത്തിൽ ഓണമൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് കുളിച്ച് ഓണക്കോടിയൊക്കെ ഇട്ട് നമ്മൾ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് അമ്മ ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. എല്ലാ അതായത് ആഘോഷങ്ങളുടെ ദിവസം നമ്മുടെ വീട്ടിലെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലി സാമ്പാർ കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഊഞ്ഞാലാടാൻ പോകും. ഞങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്തായിട്ടൊരു പുളിമരം ഉണ്ട് കേട്ടോ. അതിൽ ഊഞ്ഞാൽ കെട്ടും എല്ലാ വർഷവും. അപ്പോൾ ഈ ഓണപ്പരീക്ഷയുടെ ലാസ്റ്റ് ദിവസം കേട്ടോ ഊഞ്ഞാൽ കെട്ടുന്നത്. അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുസ്തകമൊക്കെ എറിഞ്ഞ് ഊഞ്ഞാൽ കെട്ടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അയ്യോ, എന്ത് രസമായിരുന്നു അതൊക്കെ. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ അങ്ങോട്ട് പോകും. അമ്പലത്തിൻ്റെ അവിടെ നമുക്കൊരു ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓണപ്പരിപാടിയൊക്കെ സംഘടിപ്പിക്കും. ഇങ്ങനെ മുട്ടായി പെറുക്കൽ, ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, അങ്ങനെ കുറേ പരിപാടികൾ. അതിലൊക്കെ പങ്കെടുത്ത് നമുക്കിങ്ങനെ സമ്മാനമൊക്കെ കിട്ടും. എൻ്റെ അമ്മ, എന്ത് രസമായിരുന്നു അതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നടത്തിയൊരു ഓണപ്പരിപാടിയായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ കൂടിയും അടിപൊളിയായിരുന്നു കേട്ടോ. ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ഇത്രയും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഒരു കോർഡിനേഷനും ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാമിൽ. പിന്നെ ഓണസദ്യയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഓണസദ്യയായിരുന്നു. ഇതിനിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. ബായ്.